മിതുവേട്ടന് ഓഫ് ഡേ ആയതുകൊണ്ട് നമ്മളൊന്ന് കറങ്ങാനിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഓറ്റു വരെ എത്തി. നെക്സ്റ്റ് വീക്ക് മിതുവേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്തേലും ഗിഫ്റ്റ് കിട്ടിയാൽ വാങ്ങണമെന്ന് എൻ്റെ മൈൻഡിലുണ്ട്. ഈ ഗിഫ്റ്റുകളെല്ലാം എനിക്ക് സർപ്രൈസ് ആക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ അതെപ്പോഴും നടക്കലില്ല. എല്ലാ ഷോപ്പിലും നല്ല സെയിൽസ് നടക്കുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഷോപ്പിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഗിഫ്റ്റിങ്ങിന് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഓഫറിനൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, വലിയ പ്രൈസായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. എന്നാൽ അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ട്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഒന്നും അങ്ങ് മനസ്സിന് പിടിച്ചില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും നോക്കാമെന്ന്. ഇതൊന്നും അങ്ങനെ ആവശ്യമില്ലല്ലോ. കുറേ ഷോപ്പിലെല്ലാം കയറി ഇറങ്ങിയെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മനസ്സിന് പിടിച്ച ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ട. പിന്നെ നമ്മൾ നേരെ കയറിയത് ലിൻഡിറ്റിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടാ. ലിൻഡിറ്റിൻ്റെ ചോക്ലേറ്റിന് എന്തോ ഒരു വല്ലാത്ത ഫീലാണ്. വായിലിട്ടാൽ നമ്മളും കൂടെ അങ്ങ് അലിഞ്ഞു പോകും. പിന്നെ ആ വൈറലായ ദുബായ് ചോക്ലേറ്റില്ലേ, അതെല്ലാം ആടെ ഉണ്ടായിനി. നല്ല റേറ്റ് ഉണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിനി. ആൾക്കാരെല്ലാം പറയുന്ന റിവ്യൂസിനും ഈ റേറ്റിനും ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലിൻഡിറ്റിൻ്റെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ടെങ്കിലും എനിക്കെപ്പോഴും ഇഷ്ടം പിസ്താഷ്യോ ഫ്ലേവറാണ്. അങ്ങനെ ഫൈനലി പിസ്താഷ്യോ ഫ്ലേവറും കോക്കനട്ട് ഫ്ലേവറും എടുത്തു. ഈ ഷോപ്പിൽ എപ്പോൾ കയറിയാലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നലില്ല. ഒന്നും വാങ്ങിയിട്ടെങ്കിലും അതൊക്കെ കണ്ടാൽ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലാണ്. മനസ്സിനൊരു തൃപ്തിയില്ല ഗിഫ്റ്റൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് പെൻഡിങ് ആയി. പക്ഷേ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് കിട്ടി. അതൊരു വലിയ കാര്യമാണ്. എൻ്റെ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് സെർച്ചിങ് ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം. അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗിൽ പുതിയൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം.